പൂഞ്ഞാറാശാൻ എന്ന് വേണം അദ്ദേഹത്തെ വിളിക്കുവാൻ. ഈ പൂഞ്ഞാറാശാൻ ജനം ടി വിയിൽ കയറിയിരുന്നുകൊണ്ട് ഒരു സമുദായത്തെ വളരെ മോശമായിട്ട് തെറി പറയുന്നത് കേട്ടു. സത്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിൽ ഇടേണ്ടതാണ്. പിണറായി വിജയൻ എന്താ അത് ചെയ്യാത്തതെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഇതിനൊരു മറുപടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ശരിയാകില്ല. പൂഞ്ഞാറാശാൻ അവിടുത്തെ ജനങ്ങൾ ഓടിച്ച് ആ ഓട്ടത്തിലാണ് അദ്ദേഹം ഒരു ചാണാക്കുഴിയിലാണ് പോയി വീണത്. അവിടുന്ന് കുറേ ആൾക്കാർ അദ്ദേഹത്തെ വലിച്ച് അതിൽ നിന്ന് പൊക്കിയെടുത്ത് കുളിപ്പിച്ച് ഷാളുമൊക്കെ അണിയിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരുത്തിയിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ പൂഞ്ഞാറാശാൻ മുസ്ലിങ്ങൾ ഇവിടുന്ന് പോകണം പാകിസ്ഥാനിലേക്ക്. പൂഞ്ഞാറാശാന് ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യ. മുസ്ലിം സമുദായം ഇവിടുന്ന് പാകിസ്ഥാനിൽ പോകണമെന്ന് പറയാൻ താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? അവരിവിടെ ജനിച്ചു വളർന്നവർ, നമ്മളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്നവർ. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനി ആയാലും ഏത് മനുഷ്യനായാലും ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. അങ്ങനൊരു മതക്കാരെ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുവാൻ താങ്കൾക്ക് എന്താണ് അധികാരമുള്ളത്? താങ്കൾ ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടിയുടെ അജണ്ട അതാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള സഭ, അതായത് ക്രിസ്ത്യൻ സഭയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യ വിട്ട് പോകണമെന്നാണ് അവർ പറയുന്നത്. താനും അതിനകത്ത് ഉൾപ്പെടുന്ന, പൂഞ്ഞാറാശാനും അതിനകത്ത് ഉൾപ്പെടുന്ന. താങ്കളോടുകൂടിയാണ് അവർ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ഇവിടുന്ന് പോകണം. താനിപ്പോൾ അവിടെ കയറി ഇരുന്നിട്ട് മുസ്ലിങ്ങളെല്ലാം അങ്ങ് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ താൻ പറയുന്നത് കേൾക്കാനിരിക്കാമെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ. തന്നെ എപ്പോഴാണ് അവിടുന്ന് ഓടിക്കുന്നതെന്ന് താൻ മനസ്സിലാക്കിയാൽ നല്ലത്. കാര്യം അവരുടെ അജണ്ടയിലുള്ളത്, താനും അവരുടെ അജണ്ടയിലുള്ളതാണ്. ക്രിസ്ത്യാനിയായ താനും അതിൽ ഉൾപ്പെട്ടതാണ്. അത് താൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ നല്ലത്. അതല്ലേ ഇപ്പം വടക്കേന്ത്യയിൽ നടക്കുന്നത്. പള്ളികളെല്ലാം കയറി ആക്രമിക്കുക, പ്രാർത്ഥന നടന്നിടത്ത് പോയി ശല്യം ചെയ്യുക, കരോള് നടത്തുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കുക. ഇതൊക്കെ നടക്കുന്ന ഇവിടെ ക്രിസ്ത്യാനിയുടെ മേലെയാണ്, വടക്കേന്ത്യയിൽ. താനെന്താ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ? താങ്കൾക്ക് നാവില്ലായിരുന്നു. എന്താ താങ്കൾ മിണ്ടാതിരിക്കുന്നത്? താങ്കളൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഇപ്പോഴും അതവിടെ നടന്നുകൊണ്ടിരിക്കുക വടക്കേന്ത്യയിൽ. താൻ മിണ്ടുന്നില്ലല്ലോ. താനും അതിൽ പെട്ടല്ലേ? താങ്കളും അതിനകത്ത് പെട്ട ആളാണ്. താങ്കളിപ്പോൾ അവരുടെ കസേര കയറി എന്നിട്ട് താങ്കൾ പറയുക മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് പോകണം. പോടേ പാകിസ്ഥാനിൽ പോടേ. താങ്കൾക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം? എല്ലാവർക്കും അവകാശമുണ്ട് ഇവിടെ ജീവിക്കാൻ. ആർക്കും ആരെ ഓടിച്ചുവിടാൻ പറ്റത്തില്ല. അത് താങ്കൾ മനസ്സിലാക്കുക. ഇവിടെ ജനിച്ചു വളർന്നവരെല്ലാവരും. അവർ സുപ്രഭാതത്തിൽ ഇവിടുന്ന് ഓടിപ്പോണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിയൊന്നും പോകത്തില്ല.
പോടേ പോടേ, പാകിസ്ഥാനിൽ പോടേ. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? താങ്കൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? അത് താങ്കൾ മനസ്സിലാക്കുക. ഇപ്പം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നു. ക്രിസ്ത്യാനിയായ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? പോകാൻ പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകാനിരിക്കുന്നത്? അന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പൂഞ്ഞാറാശാൻ്റെ വായിൽ നിന്ന് കേൾക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ആവശ്യമില്ലാത്തടത്ത് ചുണ്ണാമ്പിട്ട് കലക്കരുത്. മനസ്സിലായോ? മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുന്നതല്ലേ നല്ലത്. താങ്കൾ കാണിച്ചത് വലിയ തെറ്റാണ്. പിണറായി സർക്കാർ എന്താണ് അനങ്ങാതിരിക്കുന്നത്? ഒരു നടപടി എടുക്കാതെ ഇയാളെ പിടിച്ചകത്തിടണ്ടല്ലേ? ഒരു സമുദായത്തെ ആക്ഷേപിക്കുക, ഒരു സമുദായം നാട് വിട്ട് പോവുക എന്ന് പറയുക ഒരു തെറ്റായ നടപടിയല്ലേ ഇതൊക്കെ? പൂഞ്ഞാറാശാനൊന്നും മനസ്സിലാക്കിയാൽ നല്ലതാണ്. താങ്കളൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു വ്യക്തിയാണ് താങ്കൾ. ആ താങ്കളാണ് ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയുന്നത് പോടേ പോടേ, പാകിസ്ഥാനിൽ പോടേ. എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? അറാം പറഞ്ഞവന്. ഇങ്ങനെയൊക്കെയാണോ ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ടത്? നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നവർ അവർ പോലും പറയാത്ത കാര്യമാണ് താങ്കൾ പറയുന്നത്. അവർ അജണ്ടയിലുണ്ടെങ്കിലും അവരാരും പബ്ലിക്കിലൊന്നും വിളിച്ചു പറയുന്നില്ല. താനവിടെ കയറിയിരുന്നുകൊണ്ട് എല്ലാവരും പോടേ പോടേ പോടേ. അപ്പോൾ വല്ല അധികാരം താങ്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതുവല്ലമാണോ താങ്കൾ പറയുന്നത്? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക, മനുഷ്യനെ ഒരുപോലെ കാണുവാൻ പഠിക്കുക, ഒരുപോലെ കാണുക. അതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം. ഇല്ലാതെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. മുസ്ലിങ്ങളെ താങ്കൾക്ക് വേണ്ടേ? അപ്പോൾ താങ്കളുടെ വായിൽ നിന്ന് വരുന്ന ഈ വിഷം ആർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇതൊരു ചെറിയ വിഷമൊന്നുമല്ല. വായെടുത്താൽ എന്നും വിളിച്ച് പറയുന്ന ഒരു പൂഞ്ഞാറാശ, അത് ഒരിക്കലും യോജിച്ചതല്ല. താങ്കൾ ഇരിക്കുന്ന പാർട്ടിക്ക് യോജിച്ചതല്ല താങ്കൾ ഇരുന്ന് കാണിക്കുന്നത്. അവരാരും പറയത്തില്ല. അതിനകത്ത് നല്ല ആൾക്കാരുണ്ട്, മാന്യന്മാരുണ്ട്. അവർ പറയാത്ത കാര്യമാണ് താങ്കൾ വിളിച്ച് പറയുന്നത്. നടക്കുന്ന കാര്യമാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്ന കാര്യം നടക്കുന്നതാണ്. പോടേ പോടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർ ഓടിയങ്ങ് പോവും അല്ല ഇട്ടേച്ച്. അപ്പം മാന്യമായി സംസാരിക്കണം. അവരാരും ഇവിടുന്ന് മറ്റു രാജ്യം കയറി വന്നവരൊന്നുമല്ല. ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് എല്ലാവരും. അല്ലാതെ ആർക്കും സ്ത്രീധനം കിട്ടിയതോ കുടുംബസ്വത്ത് കിട്ടിയതൊന്നും അല്ല ഇന്ത്യ മഹാരാജ്യം. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ളതാണ്. അത് നാനാ മതസ്ഥരും ഉണ്ട് അതിനകത്ത്. അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ഇങ്ങനെ വിഷം വമിക്കുന്ന പ്രസ്താവനകൾ പൂഞ്ഞാറാശാന് നിർത്തുന്നതാണ് നല്ലത്. ക്ഷമ ചോദിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. താങ്കൾ പറഞ്ഞത് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ
മാന്യമായി സംസാരിക്കുക. എന്താ മുസ്ലിങ്ങൾ കൊളരാത്തവരാണോ രാജ്യത്ത്? അവർ മനുഷ്യരല്ലേ അവർ? താങ്കൾ പറയുമ്പോൾ ഓടിപ്പോകാൻ, ഞങ്ങൾ പറഞ്ഞാൽ ഉടനെ അവരങ്ങ് ഓടിയങ്ങ് പോകും പാകിസ്ഥാനിലേക്ക്, അല്ലെ മറ്റു രാജ്യത്തേക്ക്. പൂഞ്ഞാറാശാനെ, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ പൂഞ്ഞാറാശാൻ്റെ ഉള്ളിലിരിക്കത്തേ ഉള്ളൂ. അവരേലും മുമ്പേ ഒരുപക്ഷെ താങ്കൾ ഓടേണ്ടിയായിട്ട് വരും. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ താങ്കൾ കുറച്ച് മാന്യമായി സംസാരിക്കുക. ജനങ്ങളെ എല്ലാവരെയും തങ്ങൾക്ക് വേണ്ടതാണ്. എല്ലാവരും വേണം. ആരെയും മാറ്റി നിർത്താനൊന്നും ഒക്കത്തില്ല. അത് മനസ്സിലാക്കുന്നത് പൂഞ്ഞാറാശാന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇങ്ങനെയുള്ള വിഷം ചീറ്റാതിരിക്കുക എന്ന് പറയുകയാണ്. ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷം വമിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. അതാണ് നല്ലത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനെ വർഗീയതയൊന്നുമില്ല. എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷിച്ച് പോകുന്നൊരു കേരളമാണ് നമ്മുടെ കേരളം. അത് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന പോലെ കേരളത്തിൽ അത് ആവർത്തിക്കത്തില്ല. അന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ജനങ്ങളൊന്നും അനുവദിക്കത്തില്ല. പറയാൻ സാധിക്കും, പക്ഷെ നടക്കത്തില്ല. താങ്കളിപ്പോൾ അവിടെ കയറിയിരുന്നുകൊണ്ട് എല്ലാവരും പോകാൻ പറഞ്ഞാൽ അങ്ങനെ ആരും ഒന്ന് ഓടി പോകുമെന്ന് താൻ വിചാരിക്കണ്ട. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ.